ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ലോകത്ത് മൊത്തം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എല്ലാ രാജ്യങ്ങളും പ്രിക്കോഷൻസ് എടുക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് പോക്സ് അഥവാ മങ്കി പോക്സ്. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓൾറെഡി ആഫ്രിക്കയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പം അധികമായിട്ട് സ്വീഡൻ, കാനഡ, പാകിസ്ഥാൻ എന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ചിലപ്പം കൂടാനുള്ള ചാൻസും ഉണ്ട്. ബട്ട് ഇതുവരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിലാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ചാൻസസ് നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ഇനി ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് ഈ സംഭവം, എന്താണ് ഈ മങ്കി പോക്സ് അഥവാ പോക്സ് എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രചോദനമാവത്തുള്ളൂ. ഇത് മങ്കി പോക്സ് അഥവാ പോക്സ് എന്ന് പറഞ്ഞ ഒരു രോഗം, അതായത് ഒരു സംഭവം കണ്ടു തുടങ്ങിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ്. അവിടെ കുരങ്ങുകളിലാണ് ആദ്യമേ ഇത് കണ്ടു തുടങ്ങിയിരുന്നത്. കുരങ്ങുകളുടെ ദേഹത്ത് മൊത്തം തടിച്ച് ഒരുമാതിരി വരിക, ഇങ്ങനെയുള്ള അധികം കണ്ട് വന്നപ്പോഴത്തേനും അവിടെ ഉള്ളവർ ഈ കുരങ്ങുകളെ വെച്ചിത് റിസർച്ച് ചെയ്യാൻ തുടങ്ങി, ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് അവിടെ ആയിരുന്നു കൂടുതലും കണ്ടു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. കാരണം മങ്കികളിലാണ് ആദ്യമേ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരിൽ കണ്ടതിനാണ് മങ്കി പോക്സ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ഈ മങ്കികളിൽ മാത്രമേ സ്പ്രെഡ് ആവുന്നുള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇത് അതിന് ശേഷം മനുഷ്യരിലേക്ക് ഒരു ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതും ആഫ്രിക്കയിലാണ്. ഇതൊരു 1970 ശേഷം ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവുകയും അവിടെ ഇപ്പം ആഫ്രിക്ക എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഈ ഒരു രോഗം ഭയങ്കരമായിട്ട് ബാധിക്കപ്പെട്ടിരുന്നു. അന്ന് തൊട്ടേ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ആഫ്രിക്കയിലൊക്കെ അത് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനു വേണ്ടിയുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് അത്ഭുതം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1970 തൊട്ട് ഇത് അവിടെ ഉണ്ട്. ആ ഒരു കാലം തൊട്ട് ഇന്ന് വരെ അവിടുത്തെ ജനങ്ങൾ ഇതുവരെ അഫക്റ്റഡ് ആണ്. എന്നിരുന്നിട്ട് പോലും ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുക ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ഇത് ആഫ്രിക്കയിലായതുകൊണ്ടാണ്. അവിടുത്തെ പൊളിറ്റിക്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കണ്ടുപിടിക്കാൻ ഇതിനെക്കുറിച്ച് വലിയ സീരിയസ് ആയിട്ടോ ഒന്നും എടുക്കുന്നില്ല. പക്ഷേ ഇപ്പം ഇത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള കാരണം സ്വീഡൻ, കാനഡ ഇതുപോലുള്ള രാജ്യങ്ങളിലോട്ട് ഇത് സ്പ്രെഡ് ആകുമ്പോഴത്തേന് ഇതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് ഇപ്പം ടോപ്പിക്കായിട്ട് എടുക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യം. പക്ഷേ ഇത് ആഫ്രിക്കയിൽ അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുരുപ്പുകൾ പോലെ നമ്മുടെ ദേഹത്ത് ഈ ഒരു പോക്സ് എന്ന സാധനം ദേഹത്ത് ഫുള്ളായിട്ട് വരും. ഒരു 1 to 2 ആഴ്ചയാണ് ഇത് ഫുള്ളായിട്ട് നമ്മുടെ ദേഹത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമയഘട്ടത്തിൽ നമുക്ക് ഭയങ്കര പനിയും തലവേദനയും അതുപോലെ റാഷസ് അങ്ങനെ മുഖത്തും എല്ലാം കാണാൻ പറ്റും. കുരുപ്പുകളെല്ലാം ദേഹത്ത് ഈ ഒരു 5 to 21 ആ ഒരു ദിവസ കാലഘട്ടത്തിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നത്. പിന്നെ പുരുഷന്മാരുടെ അടുത്ത് അവരുടെ ഒരു സ്വകാര്യ ഭാഗത്തിലാണ് കൂടുതലും കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. 21 ദിവസം 2 ആഴ്ച എല്ലാം 2-2.5 ആഴ്ചക്കകം ഇതെല്ലാം മാറും എന്നാണ് പറയുന്നത് ഒരു സംഭവം ഇത് വന്നതിന് ശേഷം. പക്ഷേ അതിൽ കൂടുതൽ നിലനിൽക്കുന്നവരും ഉണ്ട്. അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 100 പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വന്നതിൽ 10 പേരും മരിക്കാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയാണ്, ഇപ്പം ടച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സെക്ഷൽ റിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വഴിയാണ് ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡ് ആവുന്ന കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം എല്ലാ രാജ്യങ്ങളും ഇതിനു വേണ്ടി ഒരു പ്രിക്കോഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഇതിനു വേണ്ടി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ആഫ്രിക്കയിൽ നിന്നൊക്കെ മെയിനായിട്ട് വരുന്നവരെയൊക്കെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ 5 to 21 ആ ഒരു ഡേയ്സിനിടയിലാണ് ഈ കുരുപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളവരെ കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതുവരെ വന്നിട്ടുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പോക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് നമുക്കിങ്ങനെ ഒഴിഞ്ഞു മാറാമെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ എപ്പോഴും ക്ലീനാക്കി വെക്കുക. അതാണ് എപ്പോഴും മെയിനായിട്ട് ചെയ്യുക.
അതുപോലെ തന്നെ ഇപ്പം ആരൊക്കെയാണോ വിദേശത്തുള്ള നിങ്ങളറിയാവുന്ന അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്കും കൂടെ കുറച്ച് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി മാക്സിമം എന്താ പറയുക, ഇപ്പോൾ ഇത് കേട്ട് വരുന്ന ഒരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ഇൻക്രീസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ള. എവിടെയെങ്കിലും പോകാൻ നമ്മൾ വെളിയിൽ വന്നതിനൊക്കെ ശേഷം പോയതിന് ശേഷം വീട്ടിൽ വരുന്നതിന് കൈയൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇതിനിപ്പം ഇതുവരെ നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ സ്മാൾ പോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിന് യൂസ് ചെയ്യുന്ന വാക്സിനാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. ഇത് ഒരുവിധം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ പോലും മൊത്തത്തിൽ കഴിയുന്നില്ല. പക്ഷേ അവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ഇതിന് നിങ്ങൾ എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഓക്കെ, ബൈ.